കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അമൃതം നുകരാം എന്ന യൂണിറ്റാണ് എടുക്കുന്നത്. ടീച്ചറുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടോ? ആ വീഡിയോയിൽ പ്രവേശക പാഠത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ ആദ്യത്തെ കവിതയായ അടുക്കളയാണ് എടുക്കുന്നത്. ഈ പാഠപുസ്തകത്തിലെ 1ാമത്തെ കവിത ടി.പി. രാജീവനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുക്കള എന്ന് ഓർമ്മ വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ അമ്മേനെയാണല്ലേ? അതെ. അപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയാണ് എഴുത്തുകാരൻ അടുക്കളയായിട്ട് വിഭാവനം ചെയ്യുന്നത്. അടുക്കളയിൽ എന്താ ഉള്ളത്? എല്ലാ വിഭവങ്ങളും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ഭൂമിയും എല്ലാ വിഭവങ്ങൾ കൊണ്ടും സമൃദ്ധമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും മനുഷ്യരും ജീവജാലങ്ങളും പട്ടിണി, വിശപ്പ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. സമൃദ്ധമായി ചിലർ സമൃദ്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു ചിലർ അത് ഇല്ലാത്തതും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ടി.പി. രാജീവൻ അടുക്കളയിലൂടെ ഈ ഭൂമിയുടെ അവസ്ഥയും വിഭവങ്ങൾ എല്ലാവരിലേക്കും തുല്യമായി എത്താതിരിക്കുന്ന അവസ്ഥയും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അടുക്കള ജോലികൾ എന്ന ആ ഒരു ചിന്തയ്ക്ക് മാറ്റം വരുത്താനും ശ്രമിക്കുന്നു. നമുക്ക് പദ്യത്തിലേക്ക് പോവാം. ടീച്ചർ ഓരോരോ പാരഗ്രാഫും എടുത്തിട്ട് അത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. നെല്ലും ഗോതമ്പവും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ചു മേയുന്ന ഈ വീട്ടിൽ ആരു മറന്നു വച്ചു ഈ അടുക്കളയെ. ഇവിടെ പറയുന്നത്, അതായത് ഒരു നാടിൻ്റെ സമൃദ്ധി എന്ന് വെച്ചാൽ അവിടെ എല്ലാ ഫലവൃക്ഷങ്ങളും കൃഷിയും വീട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടാവുന്നതാണ് സമൃദ്ധി. ഇവിടെ ഈ അടുക്കളയിൽ എന്തൊക്കെയുള്ളത്? ധാന്യങ്ങളായ നെല്ല്, ചോളം, ബാർലി, ഗോതമ്പ് ഒക്കെ നന്നായിട്ട് മത്സരിച്ച് വിളയുന്നു എന്നാണ് പറഞ്ഞത്. ആരോഗ്യത്തോടെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് വളരുന്നു. അപ്പോൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് വിളഞ്ഞാൽ നമുക്ക് സമൃദ്ധിയായിരിക്കും. കാർഷിക സമൃദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളതാണ് നമ്മുടെ നാട്. പിന്നെ വീട്ടിലാണെങ്കിൽ ആടുണ്ട്, കോഴി, താറാവ്, പന്നി, ഇതൊക്കെ ഒരുമിച്ച് വളർത്തി ഒരുമിച്ച് മേയുന്ന വീട്. അപ്പോഴും മാംസ വിഭവങ്ങളും അവിടെ സമൃദ്ധം. പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ആഹാരവും ഇതൊക്കെ സമൃദ്ധമായി നിൽക്കുന്ന ഒരു അടുക്കളയാണ് ഇവിടെ. ഒരു പക്ഷേ ആര് മറന്നു വെച്ചു ഈ അടുക്കള? അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഈ അടുക്കള ആരാണ് മറന്നു വെച്ചത്? മറന്നു വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരാളുടെ സ്വന്തമായ ഒരു സാധനത്തിലേക്ക് നമ്മൾ കയറിയിട്ട് ഇടപെടില്ല, അതിൽ അധികാരം കാണിക്കില്ല. ആരോ മറന്നു വെച്ച്, ആരും ഇല്ലാത്ത, ആരെയാണെന്ന് അറിയാത്ത ഒരു സാധനമാകുമ്പോൾ നമ്മൾ അതിലേക്ക് അത് ഉപയോഗിക്കും. അതുപോലെ ഈ ഭൂമി എന്നത് ആരോ മറന്നു വെച്ചതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും അതിലെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പറയാണ്, ഈ അടുക്കള ഭൂമിയെ ആരോ മറന്നു വെച്ചതാണ്. അപ്പോഴും അവിടെ പറയുന്നു, എൻ്റെ അമ്മയുടെ അമ്മയായിരിക്കാം, ഏതോ ഒരു സ്ത്രീയാണിത് മറന്നു വെച്ചത്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഈ അടുക്കളേനെ മറന്നു വെച്ചത് ഒരു സ്ത്രീയാണ്. എൻ്റെ അമ്മയുടെ ഏതോ പൂർവികരായ ഒരു അമ്മയാണ്, ഒരു സ്ത്രീ ആയിരിക്കാം ഇത് മറന്നു വെച്ചത് എന്നാണ് കവി പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ, ഇവിടെ എപ്പോഴും ഒരാൾ കരക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന പ്രവൃത്തിയാണ് അല്ലേ? അമ്മമാർ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുക, ഒരിക്കൽ പോലും വെറുതെ ഇരിക്കുന്നത് നമ്മൾ കാണില്ല. തുടർച്ചയായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാരെയാണ് നമ്മൾ എപ്പോഴും അടുക്കളയിൽ കാണുന്നത്. എങ്ങനെയൊക്കെ കാണാം? അവർ കറിക്ക് നുറുക്കുന്നുണ്ടാവാം, മീൻ നന്നാക്കുന്നുണ്ടാവാം, ഇറച്ചി വെട്ടുന്നുണ്ടാവാം, അരിയോ ഗോതമ്പോ അരയ്ക്കുന്നുണ്ടാവാം, പിന്നെ മല്ലിയോ മുളകോ ഇതും അരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലുമായിട്ട് അടുക്കളയിലുള്ള ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരെയാണ് നമുക്ക് എപ്പോഴും അടുക്കളയിൽ കാണാൻ സാധിക്കുന്നത്. 24 മണിക്കൂർ എന്ന് പറയുന്നതിൽ കുറച്ച് സമയം ഒഴികെ ബാക്കി ഏറ്റവും വൈകി
ഉറങ്ങുന്നതും ഏറ്റവും നേരത്തെ ഉണരുന്നതും നമ്മുടെ വീട്ടിലെ അമ്മമാരാണ്. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പാരഗ്രാഫിൽ പറയുന്നത് ആ പണികളുടെ തുടർച്ച തന്നെയാണ്. ഇഞ്ചിയോ പുതിനയോ ചതയ്ക്കുന്നു. അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവാം, ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുറച്ച് കയ്യിലേക്ക് ഒഴിക്കുന്നുണ്ടാവാം, കയ്യിൽ വെച്ചിട്ട് അത് സ്വാദ് നോക്കുന്നുണ്ടാവും. ഇതിനേതാണോ പാകമില്ലാത്തത്, ഉപ്പ് അധികമാണോ മുളക് അധികമാണോ. കാരണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ വെക്കണം. വീട്ടിലെ മറ്റംഗങ്ങൾക്ക് മുമ്പിൽ അത് വിളമ്പുമ്പോൾ അത് സ്വാദോടെ ആയിരിക്കണമെന്ന് ഓരോരോ അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്വാദ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വാദ് നോക്കിക്കഴിഞ്ഞിട്ട് വേറെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഉടനെ കൈ കഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അമ്മ എപ്പോഴും കൈ കഴുകി ഇരിക്കുന്നതും നമുക്ക് കാണാനാവുന്നതാണ്. അടുത്ത പാരഗ്രാഫിൽ ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതും നമുക്ക് അടുക്കളയിൽ കാണാൻ കഴിയുന്ന കാര്യമല്ലേ. അമ്മ എന്ത് ചെയ്യും, ഒരു കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു, അതിന് ശേഷം എന്താ ചെയ്യുന്നത്, മേശ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ മേശ, അതിലെ പൊടികളൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ വൃത്തിയാക്കുന്നു. എപ്പോഴും അമ്മ പണിയിൽ തന്നെ ആയിരിക്കാം. തുടർച്ചയായിട്ടുള്ള പണിയാണ്. ഏറ്റവും വൈകി ഉറങ്ങുന്നതും ഏറ്റവും നേരത്തെ എണീക്കുന്നതും നമ്മുടെ അമ്മയാണ് അല്ലേ, അത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബൃഹത്തും നിരന്തരവുമായ ഒരു പണിയാണ് സ്ത്രീയുടേതെന്ന് ഇവിടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നു എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കുന്നു. വീട്ടിലെ അടുക്കളയിലെ പണികൾ ചെയ്യുന്ന സ്ത്രീകളാണ്, ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. എന്നിരുന്നാൽ പോലും അമ്മ എപ്പോഴും വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ വയർ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യസമയത്ത് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്ത് പറഞ്ഞയക്കേണ്ട തിരക്കിൽ സ്വന്തം വയറ് നോക്കാൻ മറന്നു പോകുന്നു, സ്വന്തം വിശപ്പ് മാറ്റാൻ മറക്കുന്നു. എന്തെങ്കിലുമൊക്കെ കഴിച്ചെന്ന് വരുത്തി വീണ്ടും പണികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നൈരന്തര്യം തുടർച്ചയായ പണികളിൽ ഏർപ്പെടുന്ന അമ്മയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു സൂചനയും കൂടിയുണ്ട്. ഈ അടുക്കളയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ട്, എന്നിട്ടും ഒരാൾ വിശക്കുന്നു. എത്രയോ ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഭൂമി എന്ന അടുക്കളയിൽ എല്ലാം കൊണ്ടും വിഭവ സമൃദ്ധമാണെങ്കിൽ പോലും അത് എല്ലാവരിലേക്കും തുല്യമായി എത്തുന്നില്ല. എത്രയോ ആളുകൾ ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നതും ഈ കവിതയിലൂടെ എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അടുക്കള എന്നാൽ അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അടുക്കള പണികളിൽ പുരുഷ പങ്കാളിത്തവും വേണം. ലിംഗഭേദമില്ലാതെ ഇടപെടേണ്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന ഒരു സൂചന കൂടി നമുക്ക് തന്നുകൊണ്ടാണ് കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൂട്ടുകാരെ, കവിത മനസ്സിലായോ? കവിത 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. ഇതിലെ വിഷമമുള്ള പദങ്ങളുടെ അർത്ഥം നോക്കുക. അതിനുശേഷം കവിതയുടെ പഠന പ്രവർത്തനങ്ങൾ ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നോക്കുക. ചോദ്യം വായിച്ച് അതിൻ്റെ ആൻസർ കൊടുത്തതും വായിച്ചു നോക്കുക. അങ്ങനെ പഠനം എളുപ്പമാക്കുക. മലയാളം നിങ്ങൾക്ക് എളുപ്പമുള്ളതാകട്ടെ. താങ്ക് യു.